വികൽപ്പ വികൃതികളുടെ ലോകങ്ങളിലൂടെ നാം സഞ്ചരിച്ച് ശരിയിലെത്തുമെന്ന് വിശ്വസിക്കുന്നു. ചരിത്രം വെച്ച് ശരിയിലേക്കല്ല നമ്മൾ പോകുന്നത് എന്ന് വേണം കരുതാൻ. മനസ്സിലായി. ഒരു വലിയ വിനാശം മുമ്പിൽ കാണണം, ഭയക്കുകയും അരുത്. കാരണം ഈ വിനാശത്തെ മറികടക്കുവാൻ നമ്മുടെ മനസ്സും സമഷ്ടി മനസ്സും മാറ്റുവാൻ ശ്രമിക്കേണ്ടവനാണ് നാം. കാരണം നാം ഇവിടെ തീരുന്നില്ല, നമ്മുടെ ജനിതകങ്ങൾ ഇനിയും തുടരും. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ കുഞ്ഞു വരുമ്പോൾ അത് ജനിതകത്തിൽ നിങ്ങളുടെ അപ്പനോ അപ്പൂപ്പനോ അതിനകത്തുണ്ട്. നിങ്ങളാണ് ഈ പ്രകൃതി എന്നറിഞ്ഞ് നിർഭയരായി ഇച്ഛാശക്തിയോടുകൂടി സ്വതന്ത്രമായ വീക്ഷണത്തിൽ കാര്യങ്ങളെ കാണുവാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പശ്ചാത്തലത്തിലുള്ള ഒരു സമൂഹം അനൗപചാരികമായി വളരേണ്ട കാലമായിരിക്കുന്നു. സ്വന്തം വീട്ടിലെ കിണറിൽ നിന്ന്, അതും മലമുകളിലുള്ള കിണറിൽ നിന്ന് വെള്ളമെടുക്കുമ്പോൾ കുടിക്കാൻ മടിക്കുകയും മാസങ്ങൾക്ക് മുമ്പ് കുപ്പിയിലെടുത്ത് ലേബലൊട്ടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അതെന്താണെന്നറിയാതെ അത് വാങ്ങി കുടിക്കണമെന്ന് നിർബന്ധം വരികയും ചെയ്യുന്ന ഒരു തലമുറയെ നമ്മൾ വാർത്തിരിക്കുന്നു. ആ വെള്ളത്തിൽ പോലും നമുക്കൊരു അഡിക്ഷൻ ഉണ്ടാകാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുമോ? നമ്മുടെ ബുദ്ധി അതിനെ ന്യായീകരിക്കാൻ പോന്ന, അത് ശാസ്ത്രീയമാണെന്ന് പറയാൻ പോന്ന, ഇത് സംസ്കാരത്തിൻ്റെ ഉന്നതിയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന, അതേസമയം നിർമ്മലങ്ങളായിരിക്കുന്ന എല്ലാം തന്നെ അന്ധവിശ്വാസവും അനാചാരവുമാണെന്ന് തോന്നിപ്പിക്കുന്ന വികൽപ്പ വിജ്ഞാനങ്ങൾ കൊണ്ട് നമ്മൾ നിറഞ്ഞിരിക്കുന്നു. തീർച്ചയായും വികൽപ്പ വികൃതികളുടെ ലോകങ്ങളിലൂടെ നാം സഞ്ചരിച്ച് ശരിയിലെത്തുമെന്ന് വിശ്വസിക്കുന്നു. ചരിത്രം വെച്ച് ശരിയിലേക്കല്ല നമ്മൾ പോകുന്നത് എന്ന് വേണം കരുതാൻ. മനസ്സിലായി. ഒരു വലിയ വിനാശം മുമ്പിൽ കാണണം, ഭയക്കുകയും അരുത്. കാരണം ഈ വിനാശത്തെ മറികടക്കുവാൻ നമ്മുടെ മനസ്സും സമഷ്ടി മനസ്സും മാറ്റുവാൻ ശ്രമിക്കേണ്ടവനാണ് നാം. കാരണം നാം ഇവിടെ തീരുന്നില്ല, നമ്മുടെ ജനിതകങ്ങൾ ഇനിയും തുടരും. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ കുഞ്ഞു വരുമ്പോൾ അത് ജനിതകത്തിൽ നിങ്ങളുടെ അപ്പനോ അപ്പൂപ്പനോ അതിനകത്തുണ്ട്. അതുകൊണ്ട് ഇത് കണ്ട് ഭയന്ന് ഭയാശങ്കകൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കിയാൽ ആ ഭയവും നിങ്ങളുടെ അഡ്രിനാലിനെ വികൃതമായി ബാധിക്കുകയും ആ ഭയത്തിൽ നിന്ന് കുറെ കൂടെ സങ്കീർണത ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളാണ് ഈ പ്രകൃതി എന്നറിഞ്ഞ് നിർഭയരായി ഇച്ഛാശക്തിയോടുകൂടി സ്വതന്ത്രമായ വീക്ഷണത്തിൽ കാര്യങ്ങളെ കാണുവാൻ പറ്റുന്ന ഒരു വിദ്യാഭ്യാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പശ്ചാത്തലത്തിലുള്ള ഒരു സമൂഹം അനൗപചാരികമായി വളരേണ്ട കാലമായിരിക്കുന്നു. വ്യക്തിപ്രിയത്തിലോ ഇന്ദ്രിയ വിഷയങ്ങളുടെ പ്രിയം കൊണ്ടോ അല്ലാതെ സമഗ്രമായൊരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ സമുജ്വലമായി ജീവിക്കുവാൻ കഴിയുന്ന, അതിന് ഔപചാരികങ്ങളായ വിദ്യാഭ്യാസത്തിനപ്പുറം എൻ്റെ സ്കൂളിംഗ്, എൻ്റെ വിദ്യാഭ്യാസത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന, അനൗപചാരികമായ ഒരു അറിവിൻ്റെ, ഒന്നിനെയും എതിർക്കാതെ ഒന്നിനോടും ഏറ്റുമുട്ടാതെ രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു.